ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് അമൃതപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിലോളൊന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ അമൃതപ്പൊടി വെച്ചാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അമൃതപ്പൊടിയിൽ അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പഴമാണോ ഉള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 3 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം അമൃതപ്പൊടിയിൽ ഓൾറെഡി മധുരം ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അമൃതപ്പൊടി ചേർത്ത് കൊടുക്കാം. അമൃതപ്പൊടി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു പോഷകാഹാരമാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊന്നും ചില കുഞ്ഞുങ്ങൾക്കൊന്നും അതിൻ്റെ രുചി ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ അവരെ കയ്യിലൊക്കെ ഓരോന്നും ഇങ്ങനെ കൊടുത്താൽ അവരങ്ങനെ കഴിച്ചോളും. അപ്പോൾ ഞാൻ അമൃതപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രാവിലെ ഉണ്ടാക്കിയ ദോശയുടെ ബാക്കി കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പാടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ദോശമാവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ഞാൻ മാവ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും ഇതിലേറെ ഒന്നും പാടെ ഒന്ന് ലൂസായി വരും കേട്ടോ. നമ്മൾ ദോശമാവൊക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് നല്ല എണ്ണ ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ ഓരോന്ന് ഇതുപോലെ ഓരോ സ്പൂൺ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ തീ പറ്റ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കാൻ. കണ്ടില്ലേ? അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടിട്ടും അതുപോലെ ഓരോന്ന് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 സ്പൂൺ മൈദപ്പൊടിയും ചേർത്തുകൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ പിന്നെ ഗോതമ്പ് പൊടിയാണ് ഉള്ളത് വെച്ചാൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ അടിപൊളി പലഹാരം റെഡിയായി വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ദോശമാവും പിന്നെ പഴമൊക്കെ ചേർത്തുകൊണ്ട് ഒരു ബോണ്ടയുടെ ടേസ്റ്റൊക്കെയാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ മെല്ലെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇതും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാതും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ. എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ? നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് ഞാൻ ഒന്ന് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. കണ്ടു. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.